ഇല്ലത്തുത്സവം ഇങ്ങനെ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥി ചേരുകയാണ്. കവി ശ്രീ കുരീപ്പുഴ ശ്രീകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമ്മൾ ആശാ ശരത്തും സംഘവും അവതരിപ്പിച്ച ഒരു നൃത്താവിഷ്കാരം രാവിലെ കണ്ടിരുന്നു. ഇന്ന് വേദിയിൽ അത് അരങ്ങേറിയിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചതാണ്. വളരെ കയ്യടി നേടിയ ഒരു നൃത്താവിഷ്കാരമായിരുന്നു. അതിൻ്റെ വരികൾ എഴുതിയത് ശ്രീകുമാർ സാറാണ്. ഒപ്പം ശ്രീ BR പ്രസാദും ഒപ്പം ചേർന്നാണ് ആ വരികൾ എഴുതിയത്. നമുക്കതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് ചോദിച്ചറിയാം. എങ്ങനെയാണ് സാർ ആ ഒരു വരികൾ എഴുതിയത്? എന്തായിരുന്നു അതിൻ്റെ ഒരു മനസ്സിൽ കണ്ട ഒരു വരികൾ എന്തായിരുന്നു ശരിക്കും? BR പ്രസാദ് അകാലത്തിൽ വേർപെട്ടുപോയ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് പാകത്തിൽ നേരത്തെ എഴുതിയിട്ടുള്ള കുറച്ച് വരികളും ഞാൻ കൊല്ലത്തിൻ്റെ ഒരു ഫോക്ക് നാടോടി കലാരൂപമായ കരടികളിയുടെ താളത്തിൽ എഴുതിയ കുറച്ച് വരികളും ചേർത്തിട്ടാണ് പണ്ഡിറ്റ് രമേശ് നാരായൺ ഈ കവിത ഈ വരികൾ സ്വരപ്പെടുത്തിയത്. അതാണ് ആശാ ശരത്ത് അവതരിപ്പിച്ചത്. എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാ കുട്ടികളും ഭംഗിയായിട്ട് അവർ തന്നെ അതിമനോഹരമായിട്ട് അത് അവതരിപ്പിച്ച് സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ്. ഞാൻ ചെയ്യാൻ ശ്രമിച്ചതെന്ന് പറയുന്നത് ചന്ദ്രഗിരി പുഴയുടെ തീരം തൊട്ട് നെയ്യാറ് വരെയുള്ള 2 ജില്ലകളെ അടയാളപ്പെടുത്തുന്നു. അതിന് നടുക്കുള്ള എല്ലാ ആളുകളും എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലമാണ്. നാളത്തെ പൂക്കൾ നമുക്കുള്ളതാണ് എന്ന് കുട്ടികൾ പറയുന്നതായിട്ടാണ് ഈ കവിത. എന്തു തോന്നി? കൊല്ലത്ത് വർഷങ്ങൾ കൂടിയിരുന്നാണ്, 15 വർഷം കൂടിയിരുന്നാണ് കലോത്സവം എത്തുന്നത്. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? എങ്ങനെയാണ്? വളരെ സന്തോഷമുണ്ട്. കൊല്ലത്തിൻ്റെ ഒരു ആസ്വാദന രീതിയെ തന്നെ ഈ കലോത്സവം മാറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം 18 വർഷമായിട്ട് കൊല്ലത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. നാടകരംഗം മാറി, കവിതയുടെ രംഗം മാറി, കവിയരങ്ങൾ ധാരാളമായി. ഈ അഷ്ടമുടി കായലിനെ കുറിച്ച് തന്നെ 8-ലധികം 10-ലധികം കവിതകളുണ്ടായി. അതിൻ്റെ ചൊല്ലൽ അരങ്ങൾ ധാരാളം ഉണ്ടായി. പുതിയ കഥാപ്രസംഗ രംഗത്ത് പുതിയ പ്രതിഭകളുണ്ടായി. അതുപോലെ എല്ലാ രംഗത്തും പുതിയ പുതിയ ആൾക്കാരുണ്ടായി. നല്ല പുതിയ എഴുത്തുകാരുണ്ടായി. കഥയിൽ പുതിയ എഴുത്തുകാരുണ്ടായി, കവിതയിൽ പുതിയ എഴുത്തുകാരുണ്ടായി, കാർട്ടൂൺ വരയ്ക്കുന്ന പുതിയ കുട്ടികളുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഈ കലോത്സവം ഒരു നാഴികക്കല്ലായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ കുറേ പ്രതിഭകളെ പൊതുമലയാളത്തിൽ നൽകുവാൻ ഈ കലോത്സവം ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പുതിയ പ്രതിഭകൾ എല്ലാ മേഖലയിൽ നിന്നും കലാരംഗത്ത് ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒപ്പം കൊല്ലത്തിൻ്റെ ഒരു കലാപാരമ്പര്യം എങ്ങനെ എത്തി നിൽക്കുന്നു? ഒരു ചരിത്രം എങ്ങനെയാണ് ശരിക്കും? കൊല്ലം നാടകത്തിൻ്റെ ഒരു സ്ഥലമാണ്. സദാരാമ എന്ന് പറയുന്ന ആദ്യത്തെ ഹിറ്റ് നാടകം പരവൂർ സ്വദേശിയായ KC കേശവപിള്ള എഴുതിയതാണ്. അതിനുശേഷം CN ശ്രീകണ്ഠൻ നായരുടെ 3 നാടകങ്ങൾ, അതിനുശേഷം കടവൂർ ചന്ദ്രൻപിള്ളയുടെ നാടകം, പുളിമാന പരമേശ്വരൻ പിള്ളയുടെ നാടകം, സമത്വവാദി ഇറങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ. അതിൻ്റെ ഒരു വലിയ വളർച്ചയാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. സ്ത്രീകൾ മാത്രം അവതരിപ്പിക്കുന്ന ഒരു നാടകം കൊല്ലത്തുണ്ടായി. തീണ്ടാരിപ്പച്ച എന്ന് പറയുന്നത് പ്രകാശ് കലാകേന്ദ്രമാണ് അത് അവതരിപ്പിച്ചുള്ളത്. അപ്പോൾ അതിനകത്തൂടെ പ്രവർത്തിച്ച PJ ഉണ്ണികൃഷ്ണനെ, അതുപോലെ രാജേഷ് ശർമ്മ തുടങ്ങിയുള്ള പുതിയ നടന്മാർ, പുതിയ സംവിധായകർ, പുതിയ എഴുത്തുകാരെല്ലാം നാടകരംഗത്തുണ്ടായി. 18 വർഷം മുമ്പ് ഇല്ലാത്ത രീതിയിൽ കവിതയിൽ വലിയ പ്രവാഹം ഉണ്ടായി. തിരുനെല്ലൂർ കരുണാകരൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മെയ് മാസം 1-ാം തീയതി ആരംഭിക്കുന്ന കാവ്യോത്സവങ്ങൾ ഉണ്ടായി. അവിടെ ഒരുപാട് കാവ്യ ചർച്ചകളുണ്ടായി, ഒരുപാട് ആളുകൾ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ വിധത്തിലും മാറ്റങ്ങളുണ്ടായി. കൊല്ലത്തെ ഈ മാറ്റം സാരമായി പോസിറ്റീവായിട്ട് ഗുണപരമായിട്ട് ബാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ കൊല്ലത്ത് കലോത്സവം നടക്കുമ്പോൾ ഇവിടുത്തെ കൊല്ലംകാരോട് എന്താണ് പറയാനുള്ളത്? ആ കലാസ്വാദകരെ, കലാപ്രേമികളോട് ഇത് എങ്ങനെ ആസ്വദിക്കണം എന്നാണ്, ജീവിതത്തിൽ ഉൾക്കൊള്ളണം എന്നാണ് പറയുന്നത്? എല്ലാവരും ഇത് കേൾക്കാനായിട്ടും കാണാനായിട്ടും വരണം. കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കലോത്സവങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ കണ്ടിട്ടുള്ള കലോത്സവങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം ഞാൻ കണ്ടിട്ടുള്ളത് കോഴിക്കോട് കലോത്സവത്തിലാണ്. ഏറ്റവും കുറച്ച് ജനപങ്കാളിത്തം ഞാൻ കണ്ടിട്ടുള്ളത് കോട്ടയത്തെ കലോത്സവത്തിലാണ്. അപ്പോൾ ഇതിപ്പോൾ 18 വർഷമായി. തീർച്ചയായിട്ടും എല്ലാ ആളുകളും വന്ന് നമ്മുടെ കേരളത്തിൻ്റെ നാനാം ഭാഗത്തു നിന്ന് ഇവിടെ വന്നിരിക്കുന്ന കുരുന്ന പ്രതിഭകൾ എന്താണ് ചെയ്യുന്നത് എന്ന് കാണാനും ആസ്വദിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും വരണം. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഈ കയ്യെത്തും ദൂരത്ത് അഷ്ടമുടി കായലാണ്, കണ്ണെത്തും ദൂരത്ത് അറബിക്കടലാണ്, നിറയെ മീനാണ്. 5 പൈസ പോലും കൊടുക്കണ്ട. ഈ മീൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭക്ഷ്യ വിഭവമാണ്, പോഷക പ്രധാനമായിട്ടുള്ള ഭക്ഷ്യ വിഭവമാണ്. അപ്പോൾ ഈ പോകുന്നതിനൊക്കെ ഏതെങ്കിലും ഒരു ദിവസം മീൻകറി വെച്ചുള്ള ഒരു ഭക്ഷണം ഇവർക്ക് കൊടുക്കാൻ സംഘാടകർ കൂടി തയ്യാറാവണം എന്നെനിക്ക് ഓക്കെ ഒരു അഭ്യർത്ഥനയാണ് അല്ലേ? ഓക്കെ മീനാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. ഓക്കെ, എന്തായാലും വളരെ നന്ദി. തിരക്കിനിടയിലും കേരള വിഷനൊപ്പം ചേർന്ന് വളരെ നന്ദി സാർ.